ഓണമൊക്കെ അല്ലേ? നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റീൽസ് കാണുന്നത് ഓണം സെലിബ്രേഷൻ്റെ റീൽസ് ആയിരിക്കും. കോണ്ടന്റുകളൊക്കെ ഓണം ബേസ്ഡ് കോണ്ടന്റുകളാണ്. ഇവിടെ കുറച്ച് ഉസ്താദുമാർക്കും ഉസ്താദികൾക്കും ഭയങ്കര ചാകരയപ്പോൾ. കാരണം എന്താ? തട്ടട്ട കുറേ താത്ത കുട്ടികൾ ഡാൻസ് കളിക്കും ഓണത്തിന്. ഓണം സെലിബ്രേറ്റ് ചെയ്യുക. മതിയിലെ പടച്ചോൻ്റെ അവർക്ക് കുരുവട്ട എമ്മാതിരി സീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിഷയം വേറൊന്നുമല്ല. ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് പേര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറച്ച് വീഡിയോസ് മതപരമായിട്ടുള്ള ഐറ്റമാണ്. ഞാൻ ആദ്യമേ പറയുന്നു, ഞാൻ ഈ ജാതിയും മതവും പടച്ചവനും ദൈവമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ പലതും വിളിച്ച് പറയും. കാണാൻ താല്പര്യമില്ലാത്തവർ ഇവിടെ നിൽക്കുകയേ വേണ്ട. കണ്ടിട്ട് അഭിപ്രായം പറയാനുള്ളവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് പോയിക്കോ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. മുബീന നിജാസ്, മുബീസ് പാരഡൈസ്. മുബീസ് പാരഡൈസിൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. ഇവിടെ സൈഡിൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോളേജിലും പല ഓഫീസുകളിലും പല കൂട്ടായ്മകളിലൊക്കെ ഓണം സെലിബ്രേഷൻസ് ഭയങ്കര വൈറലാണ്. ഒന്നാമത്തെ കാര്യം, പണ്ടത്തെ പോലെയല്ല, നാട്ടുകാർക്ക് ഇപ്പോൾ ആഘോഷങ്ങളാക്കാൻ ഭയങ്കര താല്പര്യമാണ്. അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ അതിലേറെ ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ ഒരു സെലിബ്രേഷനിൽ ഒരു മൂഡിൽ അങ്ങോട്ട് എടുക്കാന്നേ ഉള്ളൂ. ഇതിലിപ്പോൾ ഹിന്ദു ആണ്, മുസ്ലിം ആണ്, ക്രിസ്ത്യൻ ആണ് എന്നിട്ട് ആരും നോക്കി നിൽക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ മുബീസ് പാരഡൈസിൻ്റെ വിഷയം എന്തായെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ ഡാൻസ് വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. അത് ഓണത്തിന് അവർ മറ്റേ കല്യാണി ഡാൻസ് തട്ടമിട്ട് കളിച്ചത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇവരതിന് ഭയങ്കരമായിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ ഇടാണ്. തട്ടമിട്ട കുട്ടിയുടെ വീഡിയോ മാത്രം വൈറലാവണമെന്നുണ്ടെങ്കിൽ അതെന്താ അങ്ങനെ? അത് തട്ടമിട്ടത് കൊണ്ടല്ലേ എന്നുള്ളതാണ് ഇവരുടെ വിഷയം. ഇവിടെ ഓൾറെഡി കുറച്ചധികം കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ഉസ്താദുമാർ ഓണം ആഘോഷിക്കരുത്, ക്രിസ്തുമസ് ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇതേപോലെ ഡാൻസ് കളിക്കരുത്, പാട്ട് പാടരുത്, എസ്പെഷ്യലി തട്ടമിട്ട കുട്ടികൾ റീലിടരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഐറ്റമാണ്. ആ കൂട്ടത്തിലേക്ക് ഒരു വല്ലാത്ത എൻട്രി ആയിപ്പോയി ഈ പറഞ്ഞ മുബീസ് പാരഡൈസിലെ മുബീനയുടെ. എനിക്ക് മുബീനയുടെ കണ്ടൻറ്റുകൾ കുറേ കാലമായിട്ട് അറിയാം. ഐ തിങ്ക് ഒരു 2023 ബിഗ് ബോസ് സീസൺ 5 എനിക്കും അവർക്കും ഒരു ടൈമിലായിരുന്നു ഓഡീഷൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, അന്ന് നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട്, ഇഫ് ഐ എം നോട്ട് റോങ്. ബട്ട് അതിന് ശേഷം പിന്നെ അങ്ങനെ കണക്ഷൻസ് ഒന്നുമില്ല. ബട്ട് കണ്ടൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു കണ്ടൻറ്റ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു പോയി, എന്തുവാണ് ഇത്, ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിങ് ഹിജാബ്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷേ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അപ്പോൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബിന് അതിൻ്റേതായിട്ടുള്ളൊരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഇട്ടതേ ഒരു ഓർമ്മയുള്ളൂ, ഇവരേറെപ്പോയി. ഒന്നാമത്തെ വിഷയം, ഏത് മതത്തിലോ ഇനി ഏത് പടച്ചവനാണെങ്കിലും ഒരാളുടെ കുറ്റം അല്ലെങ്കിൽ ഒരാളുടെ കുറവ് ചൂണ്ടിക്കാണിക്കണം എന്നുള്ളത് ഇങ്ങനെ പൊതുവായിട്ട് പബ്ലിക്കായിട്ട് കാണിക്കാനും പറയാനും സമ്മതിക്കില്ല. പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, എനിക്ക് മതവും ദൈവമൊന്നുമില്ല.
എനിക്കിത് കോണ്ടന്റ് ആയിട്ട് ചെയ്തിട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ പ്രൊഫഷൻ, എനിക്കിതിനകത്തേക്ക് മറ്റേ നന്മമരം കൊണ്ടുവന്ന് വെച്ചിട്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ പണി പറഞ്ഞിട്ട് പോകും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു പടച്ചോൻ്റെ റൂളുകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്തൊരു തെറ്റ്, ഞാൻ ഈ പറഞ്ഞ പോലെ മുസ്ലിം മതം അരച്ച് കലക്കി പഠിച്ചതോ അല്ലെങ്കിൽ വേറെ മതങ്ങൾ പഠിച്ച ഒരാളൊന്നുമല്ല. പക്ഷേ ഇത്രകാലം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടൊരു ഒറ്റ ചോദ്യം ചോദിക്കുക. ഇപ്പം ആ ഒരു കുട്ടിയുടെ വീഡിയോ ബ്ലറാക്കി വെച്ചാലടക്കം അതേതാ കുട്ടിയെന്നും ഏതാ വൈറലായ വീഡിയോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങളിങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇട്ട സമയത്ത് അവർക്ക് എത്ര ഹെയ്റ്റ് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാനാണെങ്കിൽ നേരിട്ട് അവരുടെ അടുത്ത് പോയി പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു പോന്നാൽ പോരെ. അപ്പം അത് നിങ്ങൾക്കൊരു കോണ്ടൻ്റാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓണം തട്ടമിട്ട കുട്ടികളുടെ ഓണ ഡാൻസ് എന്നൊക്കെ പറയുന്നത് ഇവരെ പോലുള്ളവർക്ക് കോണ്ടൻ്റാണ്. ഓക്കെ, അതവർ മോണിറ്റൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇവർ പറയുന്നത് ഇവർ മോണിറ്റൈസ് ചെയ്യുന്നില്ല, ഇവർ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വീഡിയോസിനൊന്നും കാശ് റവന്യൂ എടുക്കുന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് എ കോണ്ടൻറ്റ്. നിങ്ങളെ 10 ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മതം 10 ആളുകളിലേക്ക് എത്തിച്ച് അതിന്ന് സാറ്റിസ്ഫൈ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വ്യക്തിയെ എടുത്ത് മുന്നിൽ വെച്ച് അവരെ വിമർശനത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളെ പ്രൊമോട്ട് ചെയ്തു. അത് ഏത് പടച്ചോൻ സമ്മതിച്ചു കൊടുക്കും? എനിക്കറിയില്ല. അത് പടച്ചോൻ്റെ കണക്കിലെന്താ, ഒരാൾ വേറൊരാളെ കുറ്റം പറയുന്നത് വലിയ തെറ്റാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ തട്ടമിട്ട് ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നത് ഒരാളുടെ ഫ്രീഡമാണ്. അത് ആ വ്യക്തിയും പടച്ചോനും തമ്മിൽ ആയിക്കോളൂ. ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, അത് ഉസ്താദ്മാരാണെങ്കിലും ഇതുപോലെ മുബീനെ പോലുള്ളവരാണെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പടച്ചോൻ പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇതുപോലെ പ്രവർത്തികൾ, അതായത് ഇസ്ലാം മതത്തിന് വിപരീതമായിട്ടോ ഇസ്ലാം മതത്തിൽ പറഞ്ഞ നിയമങ്ങൾക്ക് പുറമെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ടത് എന്ന് ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അത് ആ വ്യക്തിയും പടച്ചോനും തമ്മിൽ തീർത്തോളും. നിങ്ങളൊരു ചൂണ്ടിക്കാണിച്ച് അത് 10 ആളെ 100 ആളെ വീണ്ടും കാണിച്ച് ആ വ്യക്തിയെ ഹരാസ് ചെയ്ത് അത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടി. അത് എല്ലാവരും ഇപ്പം നമ്മളൊക്കെ വീഡിയോ ഇടുന്ന പോലെ നിങ്ങളും റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ റിയാക്ഷൻ ഇതാണ് പരിപാടി. അതിനുവേണ്ടി നിങ്ങൾ ഈ സാധനം ചെയ്തു വെച്ചു. പിന്നെ ഇടയ്ക്ക് ഒന്ന് എന്തായി, ഈ വീഡിയോ അവർ ആർക്കൈവ് ചെയ്തു. കുറേ വിമർശനങ്ങളും വിഷയങ്ങളും പിന്നെ ഏതൊരു ലേഡിയായിട്ടുള്ള സംസാരമൊക്കെ ആയപ്പോൾ 36 അത് ആർക്കൈവ് ചെയ്ത് വെച്ചു. പിന്നെ അത് രണ്ടാമത് എന്ത് ചെയ്തു, റീപോസ്റ്റോ അല്ലെങ്കിൽ അത് ആർക്കൈവ് നിന്ന് മാറ്റിയിട്ട് അണ്ടു അടിച്ച് വിട്ട് സാധനം വീണ്ടും അവിടെ ആക്റ്റീവായിട്ട് വന്നു. ഇതിന്നാണ് ഈ സാധനം കിട്ട് വൈറലായിട്ട് കയറാൻ തുടങ്ങിയത്. ഓക്കെ, അതായത് അതിഭീകരമായിട്ട് ഇതിന് ഷെയർ പോകുന്നു, ഇതിൽ റിയാക്ഷൻ വീഡിയോസ് വരുന്നു. ഒരു കുട്ടി ഡാൻസ് കളിച്ചതിന് അല്ലെങ്കിൽ കുട്ടികളെ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. 2 തട്ടിൽ സോഷ്യൽ മീഡിയ മാറും. ഓക്കെ, മതപരമായിട്ട് ഇതേപോലെ വീഡിയോകൾ ഇടുന്നവർ ഒരു തട്ടിലും അതിനെ ഒപ്പോസ് ചെയ്യുന്നവർ വേറൊരു തട്ടിലും. ഈ ടൈമിൽ തന്നെ ഇവരുടെ വേറൊരു വീഡിയോ വരികയാണ്. ആ വീഡിയോ നിങ്ങളൊന്നൊന്ന് കാണുക. ഇവരുടെ വീഡിയോയിലൊന്നും ഇവർ BGM വെക്കില്ല, സോങ് വെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്ന എന്ത് സാധനമാണെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല. ഇതൊക്കെ മ്യൂസിക് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞത് അതേഴ്സ് ആൻഡ് മുസ്ലിം, ഇതിനും ഇവർക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ ഇതൊരു ഒറ്റ നോട്ടത്തിൽ കാണുന്നൊരു വ്യക്തി, എന്നെപ്പോലുള്ളൊരു വ്യക്തി എന്താ വിചാരിക്കുക, മുസ്ലിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ ചെകുത്താനും ഡെവിളൊന്നും പോവില്ല. ബാക്കി അതേഴ്സ് അന്യമതസ്ഥർ തന്നെയല്ലേ നമ്മൾ വിചാരിക്കും. നമുക്കിവിടെ എവിടെയും ഒരു മുസ്ലിമിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം വിശ്വാസം അല്ലാതെ ജീവിക്കുന്നവർ എന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നും. അതായത് മുസ്ലിമിലുള്ള ബാക്കി മുസ്ലിം ദിനചര്യ അല്ലെങ്കിൽ മുസ്ലിം നിയമപ്രകാരം നടക്കാത്തവർ, മുസ്ലിമിൽപ്പെട്ട എക്സ് മുസ്ലിംസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മുസ്ലിമിൻ്റെ നിയമപ്രകാരം നടക്കാത്തവർ എന്നുള്ള ടോണിലേക്ക് നിങ്ങൾക്ക് ഇത് തോന്നിയോ? എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇതിലും വന്നു, അതിലും ഏറിപ്പോയി. ശൈത്താനെ കാണുമ്പോൾ ഓടിപ്പോകുന്ന അതേഴ്സാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതേഴ്സ് എന്ന് പറയുമ്പോൾ അന്യമതസ്ഥരാണെന്ന് വരുത്തി തീർക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാരിറ്റി തരാം. അതേഴ്സ് എന്നുള്ളത് അന്യമതസ്ഥരെയാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെ നോൺ മുസ്ലിംസ് എന്ന് ഞാൻ മെൻഷൻ ചെയ്യുമായിരുന്നു. അതേഴ്സ് പൊതുവെ ഹിജാബ് ധരിക്കാറില്ല എൻ്റെ അറിവിൽ. പക്ഷേ ഈ വീഡിയോയിൽ ഹിജാബ് ധരിച്ചിട്ടാണ് ഈ അതേഴ്സ് കയറി വരുന്നത്. മുസ്ലിം പേര്, മനോഹരമായ പേര് വെച്ചിട്ട്
വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ കേട്ടോ, വിരലിൽ എണ്ണാവുന്ന അത്ര ആൾക്കാരേ ഉള്ളൂ. ഉദാഹരണത്തിന് ആരിഫ് ഹുസൈൻ, നാദിയ, സിൻസ, പിന്നെ എന്താണ് ഉവൈസ്. നല്ലൊരു മുസ്ലിം പേരുള്ളത് കൊണ്ട് മാത്രം യഥാർത്ഥ മുസ്ലിം ആകണമെന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിനെതിരെ സംസാരിക്കാനല്ലാതെ ഇവർ വാ തുറക്കാറില്ല. ഇക്കൂട്ടരെ ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നമുക്ക് പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ട അന്യമതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ അവിടെ അതേഴ്സ് കൊടുത്തിരിക്കുന്നത്. മനഃപൂർവ്വം അങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കൂട്ടരുണ്ടല്ലോ, അവർ തന്നെയാണ് അതേഴ്സ്. ഇസ്ലാമിനെ എഗെയിൻസ്റ്റ് ആയിട്ടും മോശമായിട്ടും പല അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നവരെ ടാർഗറ്റ് ചെയ്ത് മോശമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഇത്തരക്കാരെ തീർച്ചയായിട്ടും തിരിച്ചറിയുക തന്നെ വേണം. മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി ശൈത്താനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എത്ര വലിയ ശൈത്താൻ നമ്മുടെ മുൻപിൽ വന്നാലും, അതിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ശൈത്താനാണെങ്കിൽ പോലും, ഒരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം അള്ളാഹുവിനെ ആശ്രയിക്കും. ഒരു പേടി ഉണ്ടാവില്ല, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹിനെ മാത്രം പേടിച്ചാൽ മതി. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. സോ ട്രോൾ, റിയാക്ഷൻ, അതിനെ ഒന്നും ഭയക്കാൻ ഈ മുബീനായി കിട്ടില്ല. ക്യാരി ഓൺ. ഇതൊന്നും ഭയമില്ലെങ്കിൽ പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരണോ മുബീന? അപ്പോൾ അതിനെന്തോ ഒരു വിഷയം നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു വിയേർഡായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ അതേഴ്സ് എന്നുള്ളത് ഞാൻ അന്യമതസ്ഥരെ അല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഹിജാബും ഈ വേഷമൊക്കെ ഇട്ടിട്ട് ഞാൻ വരുമെന്നുള്ളത്. അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കണ്ണിങ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉള്ളത്. നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് ഊരി വെച്ച് അതേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോയിൽ വരും? ഒരിക്കലും നിങ്ങൾ വരില്ല. നിങ്ങൾ മതപരമായിട്ടാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ജീവിക്കുന്നത്. നിങ്ങൾ മേക്കപ്പ് ഒഴിവാക്കി എന്ന് പറയുന്നു, പെർഫ്യൂം ഒഴിവാക്കി എന്ന് പറയുന്നു, BGM ഒഴിവാക്കി എന്ന് പറയുന്നു. നിങ്ങൾ അതൊക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു അതേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പർദ്ദയൊക്കെ ഒഴിവാക്കി, ആ ഇപ്പം ഇട്ട വേഷമൊക്കെ ഒഴിവാക്കി ഒരു ജീൻസും പാൻറ്റും ഇട്ടിട്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുമോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അവിടെ തന്നെ നിങ്ങളെ വാദം പൊളിഞ്ഞു. മനസ്സിലായോ? അപ്പം നിങ്ങൾ അതിൽ അതേഴ്സ് ഉദ്ദേശിച്ചത് ഇനീഷ്യലി എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് മനസ്സിലായ ആളുകളാണ് നിങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. പിന്നെ നിങ്ങളത് വന്നിരുന്നിട്ട് ന്യായീകരിച്ചോ എന്ന് പറഞ്ഞ പോലെ വന്നിരുന്നിട്ട് ന്യായീകരിച്ചിട്ട് പോയി. എന്നിട്ട് ലാസ്റ്റ് എല്ലാത്തിനും ഒരു മാസ സാധനം ഉണ്ടല്ലോ, എനിക്കിതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞതാ, അങ്ങനത്തെ ഒരു സാധനവും വെച്ചു. അപ്പോൾ നിങ്ങൾ ഈ എയർ പോണത് ഈ അടുത്ത കാലത്തൊന്നും നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിത് കയറി പോയി കൊണ്ടേയിരിക്കും. ഇനി ഇവർ എയർ പോകാൻ വേറെയും കുറേ റീസൺസ് ഉണ്ട്. ഇവരുടെ കുറേ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഇവർ ഈ പറഞ്ഞ ശിരോവസ്ത്രം ധരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനകത്ത് ഇവർ ലിപ്സ്റ്റിക്കും ബാക്കി പരിപാടികളൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, പെർഫ്യൂം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോൾ വന്നിരുന്നിട്ട് ബാക്കി കുട്ടികളെ ഈ പറഞ്ഞ വിമർശനവും അല്ലെങ്കിൽ മുസ്ലിമിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ മാറി, ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ മാറിയ പോലെ ബാക്കിയുള്ളവർ മാറണമെന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളും പടച്ചോനും തമ്മിലുള്ളത് നിങ്ങളായിക്കോ. ആ തട്ടം വിട്ട് ഡാൻസ് കളിച്ച കുട്ടികളും പടച്ചോനും തമ്മിലുള്ള ഓരായിക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ടാൽ പോരെ? അല്ല, അപ്പോഴും അവിടെ കോണ്ടന്റ് ആണ് വരുന്നത്. ഇവർ ഈ ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫേസ് ചേഞ്ച് ആയി ഇവർക്ക്. അതായത് ഇവർ അത്യാവശ്യം ഡാൻസൊക്കെ കളിച്ച് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് പ്രൊമോഷൻ പിന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഗീവയും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. മേക്കപ്പും സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പോയിരുന്ന ഒരാളാണ്. ഒരു ടൈമിൽ എക്സ്ട്രീം മതത്തിലേക്ക് മാറിയ സമയത്ത് ഇവർ തന്നെ ഇട്ടൊരു വീഡിയോ ഉണ്ട്. 1 വർഷം മുൻപ് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുമായിരുന്നു, മാന്യമായിട്ടുള്ള മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു, പെർഫ്യൂം ഉപയോഗിക്കും, പാട്ട് കേൾക്കും, പാട്ട് പാടും, ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് 1 year ആയിട്ട് ഐ ക്വിറ്റ്. ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. അതത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. പല നഷ്ടങ്ങളുണ്ടാകും എന്നറിഞ്ഞിട്ടും, എൻ്റെ ഇൻകം വരെ ഇല്ലാതാകും എന്നറിഞ്ഞിട്ടും ഞാൻ ആ ഡിസിഷൻ അങ്ങ് എടുത്തു. അൽഹംദുലില്ലാ. അപ്പോൾ 3 വർഷം മുൻപുള്ള എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ള കാരണം മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ഓപ്പണായി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് പറയാൻ അർഹതയില്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുറേ ആളുകൾ ഇതിപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തിട്ടിരിക്കുന്നത്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരാൾ തെറ്റ് മനസ്സിലാക്കി തിരുത്തി അതിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് അത് നോക്കുന്നതിൽ അർത്ഥമില്ല. പ്രസൻറ്റ് അതാണ് ഇമ്പോർട്ടൻറ്റ്.
ഈ പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച് പരസ്യം ചെയ്തവരെ എനിക്ക് വഞ്ചിക്കാനാവില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് അള്ളാഹ്ക്കറിയാം, എനിക്കത് മതി. ഇനി ചിലർക്ക് ഞാൻ മാറ്റം കൊണ്ടുവന്നെങ്കിലും മുഖം മറയ്ക്കാത്തതാണ് ബുദ്ധിമുട്ട് എങ്കിൽ പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതനുമായ മുഫ്തി മെങ് പറയുന്നതൊന്ന് കേട്ടു നോക്കാം. Niqab compulsory? No. Any explanation on that? It's highly recommended in Islam, but I personally follow the opinion that it's not a compulsory. നിക്കാബ് ധരിക്കുക, മുഖം മറയ്ക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. പക്ഷേ മുഖം മറയ്ക്കണം, നിർബന്ധമായും വേണം എന്ന് ഖുർആനിലോ ഹദീസിലോ പറയുന്നതായി എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ രണ്ടഭിപ്രായം അതിലുണ്ട്. സോ നിർബന്ധമാണെന്നും പറയാൻ കഴിയില്ല. ഇനി അവസാനമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഹിജാബ് ഇട്ട് സംസാരിക്കാമോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന അടിസ്ഥാനത്തിലിരിക്കും. നല്ല രീതിയിലും മോശമായ രീതിയിലും ഉപയോഗിക്കാം. ഹറാം ഈസ് ഹറാം. അതിപ്പോൾ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും അങ്ങനെ തന്നെ. ആരും ആരെക്കാളും വലുതല്ല, ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ കൺമുൻപിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ പ്രതികരിക്കാം. ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇവർ ഈ പേഴ്സണൽ ലൈഫിൽ ചേഞ്ചായി മതത്തിന് വേണ്ടി എന്ന് പറയുന്നു. ഒരു വർഷമായിട്ട് കുറേയധികം കാര്യങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് വയ്ക്കാം, ഒരു വീഡിയോ ഞാനിവിടെ വയ്ക്കാം. ഇതിനകത്ത് ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഗിവ് അവേ പ്ലസ് ഒരു പ്രൊമോഷനാണ് ചെയ്യുന്നത്. പെർഫ്യൂം ഉപയോഗിക്കാറില്ല എന്നാണ് മുബീന പറഞ്ഞത് വീഡിയോനകത്ത്. ഒരു വർഷമായിട്ട് ഞാനിവിടെ വീഡിയോ പ്ലസ് അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിലും പിന്നെ കഴിഞ്ഞ ഏപ്രിലുമാണ് മുബീന എന്ത് ചെയ്തത്, ഈ പെർഫ്യൂമിൻ്റെ ഈ ഒരു വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കയ്യിൻ്റെ മുകളിലൊക്കെ പെർഫ്യൂം അടിച്ചു നോക്കിയിട്ട് തന്നെയാണ് മുബീന മണത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ മുബീന അത് ഉപയോഗിച്ചതല്ലേ? അങ്ങനെ ആവുമ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് നിങ്ങളിതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ലേ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ വീഡിയോയിൽ പറഞ്ഞു ഒരു കാര്യം, ഞാനും പടച്ചോനും ഉള്ളതല്ലേ, അത് ഞങ്ങളായിക്കോളാം. മുബീന ഇത്രയേ ഉള്ളൂ. ബാക്കി ഈ നാട്ടിലുള്ളവരും പടച്ചോനും നമ്മൾ ദൂരായിക്കോളും. മുബീന അതിൻ്റെ ഇടയിൽ കയറേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ കാര്യത്തിലേക്ക് വന്നിട്ട് ഇത് ഹലാലാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനീ ചെയ്തത് ഹലാലാണ് ഹറാമല്ല എന്ന് പറഞ്ഞ് ഇനി ഞാനും പടച്ചോനും നോക്കിക്കോളാം എന്ന് പറഞ്ഞ മുബീനയോട് തിരിച്ച് ഇതേപോലെ എല്ലാ നാട്ടുകാരും പറയാണ്, ഈ എന്തിനാ ഞങ്ങളെ കാര്യം നോക്കുന്നേ? മതം എങ്ങനെയാണെന്നും പടച്ചോൻ എന്താണെന്നുള്ളതും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഹലാലും എൻ്റെ ഹറാമൊക്കെ ഞാൻ തീരുമാനിച്ച് ഞാനത് പടച്ചവനോട് പറഞ്ഞുകൊണ്ടെന്ന് ഒരാൾ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ലേ മുബീന? അപ്പം അത് കണ്ടൻറ്റാണ്. ഞാൻ എഗെയിൻ പറയുന്നു, കണ്ടൻറ്റാണ് ഇതൊക്കെ. മനസ്സിലായോ? ഇതിനൊരു വ്യൂവർഷിപ്പ് ഉണ്ട്. അതായത് ഈ എക്സ്ട്രീം മതം കൊണ്ട് നടക്കുന്ന ആളുകൾ, ഒരു കൂട്ടം ആളുകൾക്ക് ഇതെപ്പോഴും എന്താ പറയുക, അവർക്ക് ഈ ഒരു കണ്ടൻറ്റുകൾക്ക് ഭയങ്കര വ്യൂവർഷിപ്പാണ്. മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. പടച്ചോനും മതത്തിനും അല്ലെങ്കിൽ ആരുടെ സപ്പോർട്ടാണ് വേണ്ടേ? എന്തിനാണ് ഇത്? അമ്പലത്തിന് മുന്നിൽ CCTV വയ്ക്കണ പോലെയുള്ളൂ. ദൈവത്തിന് എന്തിനാണ് ആ പ്രൊട്ടക്ഷൻ? അതുപോലെയാണിത്. പടച്ചോന് വേണ്ടി ഡിഫെൻഡ് ചെയ്യാനും പടച്ചോന് വേണ്ടി മുറവിളി കൂട്ടാനും എന്തിൻ്റെ ആവശ്യത്തിന്? പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യൂലോ. ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള മതത്തിൻ്റെ കാര്യങ്ങളും ഹലാലും പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ എബൌട്ട് ഒന്ന് കയറി എടുത്ത് നോക്കുക. ആ പ്ലാറ്റ്ഫോമിനകത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ ചുറ്റുപാടും ഉള്ളതെന്നുള്ളത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൃത്തികേടുകളാണ് അല്ലേ? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല. വായിച്ചൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല, സൈഡിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾ വായിച്ചാൽ മതി. ഇത്രയും ആക്ടിവിറ്റീസ് നിങ്ങൾ ചുറ്റും നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത്, അതായത് നിങ്ങൾക്ക് ഇത് ലോകത്ത് ഇങ്ങനെ നമ്മളെ വീട്ടിൽ ജീവിക്കുമ്പോൾ ചുറ്റുപാട് നടക്കുന്നതെന്നല്ല, നമ്മളെ വീട്ടിൽ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ എന്തുണ്ട് ഗേറ്റും അതിലും സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും വരൂ. പക്ഷെ സോഷ്യൽ മീഡിയ എങ്ങനെയല്ലേ? യു ആർ എക്സ്പോസ്ഡ്. നിങ്ങളും ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഗമാണ്. ആ നിങ്ങൾ ഭാഗമായ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത്. സോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും ആ പ്ലാറ്റ്ഫോമിൻ്റെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പടച്ചോനെ വിശ്വസിച്ച് പടച്ചോൻ പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനിതെല്ലാ ഉസ്താദുമാരോടും പറയുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിനെ നിങ്ങൾ ഇത്ര ഗ്ലോറിഫൈ ചെയ്ത് ഹലാലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം അത്ര ഹലാലായ സാധനമൊന്നുമല്ല. മനസ്സിലായോ? അവരെന്നെ പറയുന്നുണ്ട് ഇത് ഹലാലല്ല എന്നുള്ളത്. അപ്പം പിന്നെ നിങ്ങളെങ്ങനെ ഇതാക്കും? ഞാൻ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇറങ്ങിപ്പോകണം. ഇൻസ്റ്റാഗ്രാമൊന്നും നിങ്ങൾ പിന്നെ ഉപയോഗിക്കാനേ പാടില്ല. കാരണം നിങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സ്, നിങ്ങളൊരു വ്യൂവേഴ്സിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്.
ആ വ്യൂവേഴ്സിനെ കൂടി നിങ്ങൾ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോമിനകത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ ആൾക്കാരെന്നെ എഴുതി പിടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാൽ പിന്നെ ഇവിടുന്ന് ഇറങ്ങി പോവുക ബെറ്റർ. നിങ്ങളായിട്ടൊരു 10 ആളെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങൾ കാരണം കൊണ്ട് 10 ആൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാനോ പാടില്ല. നിങ്ങളെ ഇരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നാളെ പഠിച്ചോ നിങ്ങളോട് ചോദിക്കില്ലേ അത്രയും വൃത്തികേടുകൾ നടക്കുന്ന ആ പ്ലാറ്റ്ഫോമിൽ നീ എന്തിനവിടെ നീ മതം പറയാൻ പോയി എന്നുള്ളത് ചോദിക്കും. ഉത്തരം കൊടുക്കുമ്പോൾ കുടുങ്ങും. പിന്നെ പെർഫ്യൂമിൻ്റെ കാര്യമൊക്കെ ഇനിയിപ്പോൾ ഈ മൂവീസിന് പറയാനുണ്ടെങ്കിൽ വന്ന് പറയാം, ഓക്കെ, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ദാറ്റ് ഈസ് അപ് ടു യു. കാരണം നിങ്ങളത് എപ്പോഴും ഈ ഭയങ്കര ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും. ChatGPT നോക്കിയിട്ട് മറ്റേ നിസ്കരിക്കാനിരിക്കുക, അങ്ങനത്തെ കണ്ടൻറ്റുകൾ. ഒരു സൈഡിൽ ഉറങ്ങി നീക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഒക്കെ കണ്ടൻ്റ് ആക്കുക. അങ്ങനത്തെ പടച്ചവനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടൻ്റ് ആക്കേണ്ട കാര്യമുണ്ടോ ഇതിനകത്ത്? അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ സീന്. പിന്നെ നിങ്ങൾ പണ്ട് തന്നെ നിങ്ങളുടെ ഒരു റീൽ വീഡിയോനകത്ത് എഗെയിൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഒരാളുടെ ഫ്രീഡമാണ് അയാൾ എന്ത് ധരിക്കണ്ട എന്നുള്ളത്. അതൊന്നും ഞാൻ ഇനി എടുത്തു വെച്ച് പ്ലേ ചെയ്യുന്നില്ല. ഇതുകൊണ്ടൊക്കെയാണ് ഈ പറഞ്ഞ മൂവീസ് പാരഡൈസ് എയർ പോകുന്നത്. കാരണം ഇവർ ഈ വന്നിരുന്ന് കുട്ടികളോട്, ഇപ്പോഴത്തെ സൊസൈറ്റിയോട് നിങ്ങൾ തട്ടമിട്ട് ഡാൻസ് കളിക്കരുത്, പടച്ചോനെതിരാണത്, ദീനിനെതിരാണ്, അത് ഹലാലല്ല ഹറാമാണെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ സത്യം പറഞ്ഞാൽ ചിരിക്കാന്ന് മീൻസ് അവരിങ്ങനെ ആലോചിക്കും എത്താപ്പം താത്താൻ്റെ കഥ. ആൻഡ് നിങ്ങളുടെ പ്രൈമിലൊക്കെ നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. ആ പ്രൈമിൽ നിന്ന് മാറി നിങ്ങളൊരു സെറ്റിൽഡ് ഫേസിലേക്ക് വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ മതം മാത്രം മതി എന്നുള്ള തോന്നൽ വന്നത്. എന്നിട്ടാണ് ഈ പ്രൈമിൽ നിൽക്കുന്ന കുട്ടികളോട് പോയിട്ട് നിങ്ങൾ പറയുന്നത് ഇതൊന്നും പാടില്ല എന്നുള്ളത്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ റിയാക്ഷൻസ് കിട്ടും ഇതേപോലെ പരിപാടികളൊക്കെ വരുമ്പോൾ. ഇപ്പോൾ ഒരു ഈ റിയാക്ഷൻ വീഡിയോസിന് കൊടുത്ത ഒരു റിപ്ലൈ ഉണ്ട് കേട്ടോ. ഓണത്തിന് ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിൻ്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലേ നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടുള്ളൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടറില്ലേ, ഇവരാണ് കാരണം. 1, മുസ്ലിം നാമധാരികൾ. ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റായിട്ട് പറയുന്ന കുറേ ജന്മങ്ങൾ. 2, എക്സ് മുസ്ലിംസ്. സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആര് മൈൻഡ് ചെയ്യുന്നു? 3, സംഘികളും ക്രിസംഘികളുമായിട്ടുള്ളവർ. ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം. 4, ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം. ഇവരെല്ലാവരും കൂടി ഹറാമായിട്ടുള്ളൊരു കാര്യം ഹലാലാക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഹിജാബിട്ട് ഡാൻസ് കളിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്തു, അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഓരോന്ന് കാണിക്കുകയാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നു മക്കളെ, സഹോദരന്മാരെ, മനുഷ്യരെ വഴിതെറ്റിക്കാനാണ് ഷെയ്ത്താനുള്ളത്. അത് സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അവരുടെ വലയിൽ ദയവേത് നിങ്ങൾ വീണു പോവരുത്. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ വ്ളോഗേഴ്സായിട്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഒരാൾ മാത്രമാണ് ധൈര്യപൂർവ്വം വന്ന് സത്യസന്ധമായിട്ട് ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ച് ചിലപ്പം ഇത് നിർത്തിപ്പോയേനെ. പക്ഷേ ഞാൻ ഒരു തരി പോലും പതറാതെ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എൻ്റെ റബ്ബിൽ അത്രയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹിജാബിട്ടും ഇല്ലാതെയും ഡാൻസ് കളിച്ചോളൂ മക്കളെ, നിങ്ങൾ മാസാണ് എന്ന് നുണ പറഞ്ഞ് ലൈക്കും റീച്ചും വാങ്ങേണ്ട ഗതികേട് ഈ മുബീനാക്കില്ല. അതറിയാം മുബീന. അതായത് ഇതിനെതിരെ സംസാരിക്കുക, അതായത് നിങ്ങളിട്ട ആ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിക്കെതിരെ സംസാരിക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, സംസാരിക്കുന്നവർക്ക്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വന്നിരുന്നിട്ട് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെയോ അല്ലെങ്കിൽ ഇതേപോലെ എക്സ്ട്രീം മതം പറയുന്നവരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് പടച്ചോൻ്റെ വഴിക്ക് പോയിട്ട് ഈ കാലത്തൊരു മനുഷ്യൻ ജനിച്ചാൽ അയാൾ സുഖമായിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളത് അയാളുടെ ഫ്രീഡങ്ങളിൽ നിന്ന്, അയാൾക്ക് ഫ്രീഡം ഉണ്ട്, ആ ഫ്രീഡത്തിൽ നിന്ന് അയാൾ ജീവിക്കണം. ആ ഫ്രീഡത്തിൽ അയാൾ ജീവിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതൊരു മതത്തിനെ പിടിച്ചിട്ടോ ഒരു പടച്ചോനെ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ മതത്തിൻ്റെ നിയമങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കാത്തതോ നടപ്പാക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഇത് മറ്റേതുപോലെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ മെല്ലെ അത് ഹലാലായി. അതുപോലെയാണ് ചില കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇത് വിറ്റ് ജീവിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റ് ജീവിക്കുക, നിങ്ങൾ കണ്ടന്റ് ആക്കുക. ഓക്കെ, അതിന് റെമ്യൂണറേഷൻ വരുന്നുണ്ടോ വേറെ, അല്ലെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കണ്ടോ വേറെ, അതൊരു ഡിഫറൻസ് ആണ്.
പക്ഷെ ഇതിന്ന് ബേസിക്കലി നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഇൻട്രാക്ഷൻസ്, വിർച്വലി നിങ്ങൾക്ക് കിട്ടുന്ന ഫേസ് റെക്കഗ്നിഷൻ, നിങ്ങളെ റീച്ച്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്കൊരു പോരാളിയായി, എത്രയോ സ്ത്രീകളായിട്ടുള്ള വ്ളോഗേഴ്സില്ലേ മുസ്ലിം സ്ത്രീകൾ, അവരാരും പറയാത്തത് ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ നിങ്ങളുടെ ആ മെൻറ്റാലിറ്റി പുറത്തു വരികയാണ്. അത് ഞാൻ മാത്രമാണ്. മുസ്ലിമിൽ സ്ത്രീകളുടെ ഈ പറഞ്ഞ തട്ടമിട്ടുള്ള, ചില ഉസ്താദുമാരുടെ ഭാഷയിൽ തട്ടമിട്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ അത്രത്തോളം പറഞ്ഞില്ല, അതൊരു ഭാഗ്യം. ഇനി പോയി ഇനി അതിലേക്ക് എത്താതിരുന്ന നല്ലതെന്നേ പറയാനുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഗെയിൻ പറയുന്നു, ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തേക്കാണ് ഈ ചാടിക്കയറി പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പണ്ട് ആ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ എൻജോയ് ചെയ്തതാണ്. പക്ഷെ എവിടെയോ നിങ്ങൾക്ക് അതൊരു ആവശ്യമില്ലാതെ തോന്നി, നിങ്ങൾ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാറി മതം തരുന്ന സ്വാതന്ത്ര്യം മാത്രം ഓപ്റ്റ് ചെയ്തു. ഇനിയുള്ള കുട്ടികൾ അവരിഷ്ടത്തിന് പോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടച്ചോനും കുട്ടികളും തമ്മിലുള്ളത് ഒരു തീർത്തോളും, ഒരു വ്യക്തിയും ഓൻ്റെ റബ്ബും തമ്മിലുള്ളത് ഓൻ തീർക്കും. മനസ്സിലായില്ല? അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് വന്ന് നിന്ന് നിങ്ങൾ ഇത്ര സങ്കടപ്പെട്ട് കരയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എഗെയിൻ ഞാൻ പറഞ്ഞ സാധനം മൈൻഡിൽ വയ്ക്കുക. നിങ്ങളെ ചുറ്റുപാടും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പല വൃത്തികേടുകളും നടക്കുന്നുണ്ട്. ആ നടക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കണോ വേണ്ടതെന്നുള്ളത്. കാരണം നിങ്ങൾ എന്താണെങ്കിലും ലൈഫിൽ ലിപ്സ്റ്റിക് ഒഴിവാക്കി, സോങ് ഒഴിവാക്കി, ഡാൻസ് ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കിയ ഒരാളാണ്. ഇതും കൂടി തന്നെ ഒഴിവാക്കിയാൽ നല്ലതല്ലേ? അവനാൻ്റെ എന്താ പറയുക, ഒരു മനസ്സുഖം കിട്ടുമല്ലോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടേ? ഇനി ഞാൻ പറയാം, ഇനി ഇത് തട്ടത്തിൻ്റെ ഡാൻസ് ഒരു വഴിക്ക് അവിടെ നിൽക്കട്ടെ. ഇതിനിടയിൽ വേറൊരു സാധനം ഏറെ പോയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ എല്ലാം കാണുമ്പോൾ ഒന്നിച്ചൊരു വീഡിയോയിൽ പറയാൻ വെച്ചിട്ടുള്ളൂ. നജ്റാൻ കബീറിൻ്റെ ഒരു വീഡിയോ, ഒരു പാട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പിരിശം. ഭയങ്കര വൈറലാണ്, ഭയങ്കര അടിപൊളി സോങ്ങാണ്. കേട്ടിട്ടില്ലാത്തവർക്ക് ചെറുതായിട്ട് ഞാൻ അവിടെ വയ്ക്കാം. ഈ പാട്ടിന് ഭയങ്കരമായ വിമർശനം. അതായത് ഈ തട്ടം ഓണം ഡാൻസ് സീരിയസ് വരുന്നതിന് മുമ്പ് ഈ നജ്റാനായിരുന്നു എയറിലായിരുന്നത്. ഇവരെല്ലാവരും കൂടി പിടിച്ചിട്ട് നജ്റാനെ പിടിച്ച് എയർ കയറ്റി പിരിശം പാട്ടിന് കോളേജിൽ പോയി പാടിയ സമയത്ത് അവിടെ കുറേ തട്ടമിട്ട കുട്ടികൾ ഡാൻസ് കളിച്ചു. പാൽപ്പായസം ക്ലോസറ്റിൽ വിളമ്പിയ കഴിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ ആയിട്ടായിരുന്നു കുറച്ച് ടീം വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മന്തി ഉഷാറായിരുന്നു, പക്ഷെ വിളമ്പിയത് ക്ലോസറ്റിലായി പോയി എന്ന് പറഞ്ഞതുപോലെ പാട്ടൊക്കെ അടിപൊളി, നല്ല മദ്ഹ് കാവ്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി വർണ്ണിക്കുന്ന മദ്ഹ് കാവ്യമാണ്. പക്ഷേ ഈ മദ്ഹ് കാവ്യം വെച്ചിട്ട് അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകൾ കളിക്കുന്ന ഡാൻസ് കണ്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി. ബിസ്മിയും കൂട്ടിയിട്ട് കള്ളു കുടിച്ചതുപോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹ് കാവ്യം വെച്ചിട്ട് ഡാൻസ് കളിക്കൽ ഹലാലായതുപോലെയാണ്. നിങ്ങൾ ഡാൻസ് കളിച്ചതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം, കളിക്കാതിരിക്കാം. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു തീർക്കാം. പക്ഷേ ഇത്തരം തോന്നിവാസങ്ങൾ കളിക്കുമ്പോൾ കോടിക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കാവ്യം നിങ്ങൾ ഉപയോഗിക്കേണ്ടായിരുന്നു. അത് ഉപയോഗിച്ചത് കൊണ്ടായിരുന്നു ഇങ്ങനെ പറയേണ്ടി വന്നത്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് തോന്നിവാസം കളിക്കണമെങ്കിൽ അതിന് പറ്റിയ എത്രയോ പാട്ടുകളുണ്ട്. ദയവ് ചെയ്ത് ഇത്തരം പാട്ടുകളെ ദുരുപയോഗം ചെയ്യരുത്. ഈ ഉമ്മത്തിലുള്ള ആളുകൾ തന്നെ ഈ ഉമ്മത്തിനെ പറയിപ്പിക്കരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആ മുത്തുനബിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഇത്രമാത്രം സങ്കടകരമാണ്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഈ ഉമ്മത്ത് വിട്ടു നിൽക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം, തോന്നിവാസം ചെയ്യാം, ഒക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടപ്രകാരമാണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാനൊന്നുമില്ല. അതുകൊണ്ട് അതിനെയൊന്നും ഞാൻ ചോദ്യം ചെയ്യാനോ തിരുത്താനോ വന്നതല്ല. പക്ഷേ നമ്മളൊക്കെ കൽബിൽ കൊണ്ടു നടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാട്ടും വെച്ചിട്ട് നിങ്ങളിങ്ങനെ ആടുകയും ചാടുകയും തുള്ളുകയും തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഇനിയെങ്കിലും ഒന്ന് വഴിമാറിപ്പോയിക്കൂടെ? ഈ ഉമ്മത്ത് വിട്ട് നിൽക്കും, ഇതാരും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ മൂപ്പർ തന്നെ വീഡിയോൻ്റെ തുടക്കത്തിൽ ഈ പാട്ടൻ പ്ലേ ചെയ്തു. ഏത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മൂപ്പര് പാട്ട് പാടില്ല, ഡാൻസ് കളിക്കില്ല, പാട്ടിനെ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ മൂപ്പരെ കണ്ടന്റ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ പാട്ട് പ്ലേ ചെയ്തേ പറ്റൂ. അപ്പോൾ മൂപ്പരാണ് പാട്ട് പ്ലേ ചെയ്ത ഒരു കണ്ടന്റ് ആക്കി. ആ കണ്ടന്റിനകത്ത് ആ പാട്ടും ഉണ്ട്, മൂപ്പര അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇതിന് പടച്ചോൻ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഈ ആ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ഈ അതിൽ ആ പാട്ട് വെച്ചില്ലേ എന്ന് പറഞ്ഞാൽ ചോദ്യം വന്നാൽ അപ്പം കണ്ടന്റാണ്, അല്ലാതെ പടച്ചോൻ ചോദിച്ചിട്ടൊന്നുമില്ല.
പിന്നെ രാവിലെ മുതൽ പടച്ചവനതല്ലേ പണി, ഇങ്ങനെ റീൽസും കണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ. ഇതെന്താ അറിയോ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവർക്കിത് ബേസിക്കലി ബിസിനസ്സാണ്. അതിന് ഇത് തൊട്ട് കിട്ടി പൈസ ഉണ്ടാക്കുന്ന ബിസിനസ്സാണെന്ന് വെച്ചാൽ പലരും ഇത് ബിസിനസ് ആക്കുന്നുണ്ട്. ഓക്കെ, മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്നവരുണ്ട്, പ്രമോഷനിലൂടെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ അതിലുപരി ഇവർക്ക് എന്താ അറിയോ, ഇതൊരു തരം പ്രൗഡ് സാധനമാണ്. ഏത്, ഞാൻ മതം പറയുന്ന 100K ഫോളോവേഴ്സുള്ള ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു 1,00,000 ആൾ കാണുന്ന ഒരു ഉസ്താദിനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണിത്. ആ മെയിൻ സാധനം അതാണ്. അതായത് ഞാൻ മതത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നു, മതപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നു, അതൊരു മെയിനാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാധനം മാത്രമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു വ്യക്തിയെ നന്നാക്കാനാണ് എന്നുണ്ടെങ്കിൽ, സാധാരണ എന്നെപ്പോലും അല്ലെങ്കിൽ ബാക്കി സാധാരണക്കാരെ പോലും അല്ലല്ലോ നിങ്ങൾ തന്നെ നിങ്ങളൊരു വ്യത്യസ്തരാണ്, അല്ലെങ്കിൽ നിങ്ങളത്ര മതം ഇതാക്കിയ ആൾക്കാരാന്നല്ലേ പറയുന്നത്. നിങ്ങൾ ആരാണോ നിങ്ങളെ കണ്ടിൽ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവരോടൊക്കെ പേഴ്സണലായിട്ട് പോയി പറഞ്ഞു തീർത്താൽ പോരെ. അവരെയും കൂടിയും കൊണ്ടുവന്ന് വേറുള്ളവർക്ക് തെറി വിളിക്കാൻ ഇട്ട് കൊടുക്കുന്ന നിങ്ങളുടെ പരിപാടി എന്താ? എനിക്ക് അതിലാണ് നിങ്ങളോട് ഏറ്റവും വലിയ എതിർപ്പുള്ളത്. കാരണം നിങ്ങൾ സ്വയം ഞങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ്, മതത്തിന് വേണ്ടിയോ പടച്ചവന് വേണ്ടിയിട്ടാ എന്ന് പറയുന്ന വീഡിയോസിനടിയിൽ നിങ്ങൾ ആരുടെ വീഡിയോ ആണോ ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഒരുപാടധികം തെറികൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ തെറി കേൾപ്പിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അത് ഏത് മതത്തിൽ ഏത് പടച്ചവൻ സമ്മതിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്? അതാരും സമ്മതിച്ചില്ല, ഒരു ദൈവവും സമ്മതിക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളെ റീച്ചിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. അവരവരുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും ഫ്രീഡത്തിനും അവരുടെ കണ്ടന്റ് അവരുടെ റീച്ചിന് വേണ്ടി അവരും ചെയ്തു വിട്ടു. അപ്പോൾ പാട്ട് പാടിയ കുറ്റം, ഡാൻസ് കളിച്ചാൽ കുറ്റം. ഇനി എല്ലാ ഓണത്തിനും കഴിഞ്ഞ 1-2 വർഷമായിട്ട് വരുന്ന ഒരു ഐറ്റം ഉണ്ട്, അതും കൂടി ഞാൻ പ്ലേ ചെയ്യാം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി വന്നിട്ടുണ്ട്. ഒരാൾക്കും വെറുപ്പ് തോന്നാൻ പാടില്ല. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ ഈ ഒരു വീഡിയോ എല്ലാ ഓണത്തിനും, ഇത് ക്രിസ്മസിന് ഓണത്തിന് ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരാറുണ്ട്. അതിൽ സ്ഥിരം വരുന്ന, അപ്പോൾ കുറച്ചായിട്ട് സ്ഥിരം വരുന്നൊരു സാധനമാണ് ആഷിഖ് ദാർമിയുടെ ഈ ഒരു പ്രസംഗം. ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഒരു ഐറ്റം. ഇത് ഈ ചങ്ങാതി ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇപ്രാവശ്യം, ഇത് ഇയാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ ഇത് വീണ്ടും എടുത്ത് പോസ്റ്റ് ചെയ്ത്. ഇത് ഇനി എപ്പോഴെപ്പോഴും പറയണ്ടല്ലോ, ഒരു വട്ടം പറഞ്ഞു വെച്ചതുണ്ടല്ലോ, നൈസായിട്ട് അത് കട്ട് ചെയ്തിടാന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഹാൻഡിൽ ചെയ്യുന്ന ആരൊക്കെയോ കൂടിയിട്ട് ഇത് എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. ഒരുപാട് പേര് ഇതിലും റിയാക്ഷൻസ് വന്നു. അപ്പോൾ മൂപ്പര് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 3 കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയിൽ തൃശ്ശൂർ ബോർഡറായിട്ട് ഒരു സ്ഥലത്തൊരു പ്രസംഗിച്ച പ്രസംഗമാണ്. ഏകദേശം ആ ഒരു സമയം എന്ന് പറയുന്നത് ഓണം ആഘോഷിക്കുന്നൊരു സമയം തന്നെയാണ്. ആ ഒരു സമയത്ത് പ്രസംഗത്തിന് പോയ സമയത്ത് അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഇതുപോലെ ഉസ്താദെ, നമ്മുടെ നാട്ടിൽ ഓണാഘോഷവും മറ്റുമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇസ്ലാം മതവിശ്വാസികളോട് അതിൻ്റെ ആ ഒരു ഓണം ആഘോഷത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ നമ്മുടെ പെൺകുട്ടികൾ ഡ്രസ്സ് ധരിച്ച് ചാടാൻ പോകുന്നതും തുള്ളാൻ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയണമെന്ന് ഒരു 3 കൊല്ലം മുമ്പത്തെ പ്രസംഗത്തിൽ അവിടുത്തെ സംഘാടകർ പറഞ്ഞത് പ്രകാരം പ്രസംഗിച്ച പ്രസംഗമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ച മുമ്പ് ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളിത് എഡിറ്റ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും മുസ്ലിം വിശ്വാസികളോട് ഇതിനെ പറ്റിയിട്ട് ഒരു കണ്ടൻറ്റ് ആ ഒരു 3 കൊല്ലം മുമ്പത്തെ കണ്ടൻറ്റ് എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്യുകയുണ്ടായി. പക്ഷേ അതിൻ്റെ പുറമെ നമ്മുടെ നാട്ടിലുള്ള ബ്ലോഗർമാരും മറ്റ് ഇൻഫ്ലുവൻസർമാരെല്ലാം ആ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ മാത്രം കട്ട് ചെയ്തിട്ട് അതൊരു വർഗീയതയിലേക്ക് കടത്തുന്ന രീതിയിലേക്ക് അതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടുപോകണം. ഇപ്പോൾ എനിക്ക് ആദ്യമായും അവസാനമായും പറയാനുള്ളത്, അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇസ്ലാം മത വിശ്വാസികളോടാണ് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓണം ആഘോഷിക്കരുതെന്ന് ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് അതിലുദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല, അതൊന്നും അല്ല പറയുന്നത്. ഞാൻ ആ ഒരു വീഡിയോയിൽ പ്രസക്തമായിട്ട് ഞാൻ ഏറ്റവും അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, തട്ടം ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കൂൾ കോളേജുകൾ അത്തപ്പൂക്കള മത്സരങ്ങൾ അതും ഇതൊക്കെ നടക്കുമ്പോൾ സെറ്റ് സാരി എടുത്തുകൊണ്ട് ഔറത്ത് അവരുടെ ശരീരം മറക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഇതാണ് ആ ഒരു പ്രസംഗത്തിൻ്റെ ആകത്തുക. പൊന്നു സഹോദര, നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, പെണ്ണ് എന്ത് ചെയ്യുന്നു ഇത് മാത്രം നോക്കി നടക്കലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷയം. ആണെന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുന്നില്ല. ആണിൻ്റെ ഹലാലും ഹറാമൊന്നും നിങ്ങൾക്ക് പറയണ്ട.
പെണ്ണെന്ത് ചെയ്യണു, പെണ്ണിപ്പോൾ അങ്ങനെയാണോ പോയത്, പെണ്ണ് ഇങ്ങനെയാണോ പോയത്, പെണ്ണ് തുള്ളുന്നുണ്ടോ, പെണ്ണ് പാടുന്നുണ്ടോ? എടാ പെണ്ണിന് നിങ്ങൾ എന്തിനു ഇത്രയും കെയറേട്ടന്മാരാവുന്നത്? അതല്ല ഇവിടുത്തെ വിഷയം. പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ദർ ആർ സം റൂട്ട്സ് ടു ഹിന്ദു കൾച്ചർ, ബട്ട് അതൊക്കെ മാറ്റി വെച്ചാലും മലയാളികളുടെ ദേശീയോത്സവമല്ലേ ഓണം, അല്ലേ? ഓണം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജാതി മതമൊന്നും ഇല്ലാതെ എല്ലാ മലയാളിയും ആഘോഷിക്കും. അതിനകത്ത് ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ എന്തെങ്കിലും ഉണ്ടോ? അത്തപ്പൂക്കളം, അങ്ങനെ തൃക്കാക്കര അമ്പലത്തിലേക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഐതിഹ്യത്തിലൂടെയൊക്കെ പോയി ഐതിഹ്യം നോക്കിയിട്ട് ഇപ്പോൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്? എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാ? കുറച്ച് പൂക്കളറണം, കുറച്ച് തുള്ളണം, വടം വലിക്കണം, ഓണസദ്യ തിന്നണം, അത്രയല്ലേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ മാവേലിനെ പോലും കോമഡി പീസായിട്ടാണ് ഇപ്പോൾ പലരും എടുത്ത് വെച്ചിട്ടുള്ളത്, അല്ലേ? 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് മീശയും താടിയും വെച്ച് അവിടെ നിർത്തും. താടിയില്ലേ, മീശ മാത്രം. അപ്പോൾ അതുവരെ അങ്ങനെയാണ്. ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോഴത്തേക്കൊക്കെ ഓണം ഫെസ്റ്റിവൽ ആഘോഷിക്കും. ഐതിഹ്യത്തിനെ കുറിച്ചൊന്നും ഒരാൾക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഐതിഹ്യത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആഘോഷിക്കുക എന്നുള്ള മൈൻഡിലാണ് പലരും ചെയ്യുന്നത്. അല്ലാതെ ഹിന്ദുവിൻ്റെ ആഘോഷം, മുസ്ലിമിൻ്റെ ആഘോഷം, ക്രിസ്ത്യൻ്റെ ആഘോഷം, ഇങ്ങനെയൊക്കെ ആരെയും ചിന്തിക്കാറുണ്ടോ? ഞാനൊന്നും അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. അങ്ങനെ ചിന്തിക്കാത്തതാണ് ഈ ജനറേഷൻ. ഇനി വരുന്ന ജനറേഷനും അങ്ങനെയായിരിക്കും. ഫെസ്റ്റിവൽ ഈസ് ദെയർ, നമ്മൾ ആഘോഷിക്കും, അത്ര തന്നെ. അതിൻ്റെ മുകളിലേക്ക് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പോവാറില്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത് കണ്ടൻറ്റാണ്, ഇത് വിറ്റ് ജീവിക്കണം. ഈ മതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് 10 പേരെ മതത്തിൻ്റെ കാര്യങ്ങളിലൂടെ നിങ്ങൾ മെയിനായി നടക്കുന്നു എന്നുള്ളത് ബോധിപ്പിക്കണം. ആദ്യം ഞാൻ പറഞ്ഞ സാധനം, ഒരു വ്യക്തി, ആ വ്യക്തി റബ്ബും തമ്മിലുള്ളത് അവർ തീർക്കും. ദൈവവും ഒരു വ്യക്തിയും തമ്മിലാണ്. അല്ല ദൈവം ഇങ്ങനെ ഒരു 10-100 ആൾക്കാരെ വിളിച്ചു കൊടുന്ന് നിർത്തിയിട്ട് എല്ലാവർക്കും കൂടി ഞാൻ പറഞ്ഞിട്ട് പോകുന്നുള്ളതൊന്നും അല്ലല്ലോ നിങ്ങളെ കോൺസെപ്റ്റ്. നിങ്ങളെ കോൺസെപ്റ്റ് എന്താ? ഒരു വ്യക്തിയും അയാളുടെ ദൈവവും. അയാൾ ചെയ്ത തെറ്റുകളാണെന്നുണ്ടെങ്കിൽ അത് ദൈവം അയാളോട് ചോദിച്ചു തീർത്തോട്ടെ. ഓക്കെ, അതിൻ്റെ പേരിൽ നിങ്ങൾ ആ വ്യക്തിയെ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക, 10 ആളെ കൊണ്ട് തെറി കേൾപ്പിക്കുക. ആ വ്യക്തിന് തെറ്റ് ചെയ്തതാണെങ്കിൽ പോലും നിങ്ങളൊരു മത പണ്ഡിതൻ, മതത്തിന് വേണ്ടി സംസാരിക്കുന്ന ഏറ്റവും വലിയ നന്മവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതുമല്ല, അയാൾ ഇട്ട് കൊടുക്കലല്ല, പേഴ്സണലി അയാളോട് പറഞ്ഞ് അയാളെ തിരുത്താൻ നോക്കുക. അതുമില്ല. അപ്പം അവിടെ എന്താ? ഇയാൾ പറഞ്ഞ പോലെ കണ്ടൻറ്റാണ്. മനസ്സിലായി? ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റാണ്. ആ കണ്ടൻറ്റിൻ്റെ ബേസിൽ ഈ സാധനങ്ങൾ ചെയ്യുകയാണ്. അല്ലാതെ ഇതൊന്നും ഒരു നന്മ ഒന്നും 10 ആൾക്ക് വരണമെന്നൊന്നും അവർക്ക് ചിന്തയൊന്നുമില്ല. ഇവരിങ്ങനെ ജീവിക്കുക എന്നുള്ളത് കാണിക്കും വേണം. ഏത്? ഞാൻ നന്മയാണേ, ഞാൻ മതത്തിൽ പറഞ്ഞ പോലെയാണ് ജീവിക്കുന്നത്, ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനുള്ള ഒരു സാധനം കൂടി. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ആഘോഷങ്ങൾ ആഘോഷിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡമാണ് നിങ്ങൾ എന്ത് ധരിക്കണം ധരിക്കേണ്ട എന്നുള്ളത്. എൻഡ് ഓഫ് ദ ഡേ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ട്, ദൈവം പടച്ചോന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നിങ്ങളോട് നേരിട്ട് ചോദിച്ചോളൂ. അല്ലാതെ അയാൾക്ക് 10 ആൾ സെൻസസ് എടുത്ത് നിങ്ങളെ കുറിച്ചിട്ട് മറ്റേ അഭിപ്രായ സർവേ നടത്തേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഇത്രയും പവർഫുൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിച്ചെന്നുള്ളത് അയാളുടെ കയ്യിൽ ഒരു ഓഡിറ്റ് കാണും നിങ്ങളെക്കുറിച്ച്. ഓക്കെ, അല്ലാതെ ഈ 10 ആൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒന്നും ഇപ്പോൾ ദൈവത്തിൻ്റെ ചെവി വേണ്ടി ഉസ്താദ് പറഞ്ഞു ഓളോ ഓണത്തിനൊന്നും മറ്റേ തൊട്ടിട്ട് ഡാൻസ് കളിച്ചോളാം. അത്ര വലിയ ആൾക്കാരെ ഈ ദൈവത്തിന് പടച്ചോനോട് പോയി പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരെ അവരൊക്കെ, പടച്ചോനെ മീഡിയേറ്റേഴ്സ്, അങ്ങനെയൊന്നുമില്ല. ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളും ദൈവവും തമ്മിലാണ് നിങ്ങളുടെ ഡീലുകൾ. അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ സ്കീമുകളൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ കണ്ടൻറ്റിന് വേണ്ടിയുള്ള തത്രപ്പാട്. ഓണം കഴിയുന്നവരെ ഇവർക്ക് കണ്ടൻറ്റ് വേണം. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറഞ്ഞ പെണ്ണിനെ മാത്രം ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ ആൾക്കാർ.